ഒരു തിരുത്തലുണ്ട് താങ്കളുടെ സ്റ്റേറ്റ്മെന്റിൽ. ആ സുപ്രധാന ബില്ലിനെ എതിർക്കുമെന്ന് ഞാനോ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഒരു പാർട്ടിയുമോ പറയുന്നില്ല. ഞങ്ങൾ പറയുന്നത് എന്താണ്? ഞങ്ങൾ പൂർണ്ണമായും പിന്തുണയ്ക്കും ആ ബില്ലിനെ. കഴിഞ്ഞ 30 വർഷമായി കിടക്കുന്ന ബില്ലല്ലേ, എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല? സ്വയമായി ചോദിക്കേണ്ട ഒരു കാര്യം കൂടിയാണത്. സുഷമ സ്വരാജ് ലോക്സഭയിലും അതുപോലെ തന്നെ മുൻ ഫിനാൻസ് മിനിസ്റ്റർ രാജ്യസഭയിലും പ്രതിപക്ഷ നേതാക്കളായിരിക്കുമ്പോൾ അവർ പറഞ്ഞിരുന്നു, ഇതാ ഈ ബില്ല് കൊണ്ടുവന്നാൽ ഉടനെ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഏറ്റവും ആദ്യത്തെ 100 ദിവസത്തിനുള്ളിൽ ഈ ബില്ല് പാസ്സാക്കുമെന്ന് പലതവണ ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ളതാണ് BJP നേതൃത്വം. പക്ഷേ എന്നാൽ ആ രീതിയിൽ ഈ ബില്ല് വരുമ്പോൾ അതിനെ പിന്തുണയ്ക്കാനോ ആവശ്യമായ പിന്തുണ നേടിക്കൊടുക്കുന്നതിനൊന്നും ഒരു പരിശ്രമം നടത്തി. അത് മാത്രമല്ല, നിങ്ങൾ തൊട്ടുമുന്നേ ചോദിച്ചു, 2014 അധികാരത്തിൽ വന്നിട്ട് 2023 വരെ ഈ ബില്ലിനെ കുറിച്ച് ഒരക്ഷരം സംസാരിക്കാതിരുന്നതാണ് നമ്മുടെ പ്രധാനമന്ത്രി. ആ പ്രധാനമന്ത്രി വളരെ പെട്ടെന്ന് എന്തിനാണ് ഒരു ദിവസം റൂമർ വരുന്നു മാധ്യമങ്ങളിലൂടെ, പുതിയ പാർലമെന്റ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഉണ്ടാകും, അതിൽ ആദ്യം കൊണ്ടുവരുന്ന ബില്ല് മഹിളാ സംവരണ ബില്ലായിരിക്കും, വനിതാ സംവരണ ബില്ലായിരിക്കും എന്നൊക്കെ റൂമർ എങ്ങനെയാണ് വന്നത്? ആ റൂമർ വരുന്നതിന് കാരണമായത് ഈ കേന്ദ്ര ഗവൺമെന്റ്, നരേന്ദ്രമോദി ഗവൺമെന്റ് സുപ്രീം കോർട്ടിന്റെ അതികർശനമായ നിർദ്ദേശത്തെ തുടർന്നാണ്. അത് NFIW 2021 കൊടുത്ത, ദേശീയ മഹിളാ ഫെഡറേഷൻ 2021 കൊടുത്ത ഒരു റിട്ട് പെറ്റീഷന്റെ അടിസ്ഥാനത്തിൽ കോടതി ചോദിച്ചു കേന്ദ്ര ഗവൺമെന്റിനോട്, നിങ്ങൾ അറിയിക്കണം നിങ്ങളുടെ നിലപാട് എന്താണ് എന്ന് പറഞ്ഞ 2 വർഷക്കാലം കോടതിക്ക് മുമ്പാകെ തങ്ങളുടെ നിലപാട് അറിയിക്കുന്നത് റെഫ്യൂസ് ചെയ്ത മടിച്ചു നിന്ന കേന്ദ്ര ഗവൺമെന്റിനെ അതിശക്തമായി ആ കേന്ദ്ര ഗവൺമെന്റ് നിലപാടിനെതിരെ നിന്നപ്പോഴാണ് ജസ്റ്റിസ് ഖന്ന പറഞ്ഞു, വി വോണ്ട് മൈൻഡ് ടു പാസ് ആൻഡ് ഇഷ്യൂ ആൻ ഓർഡർ അഗൈൻസ്റ്റ് യു എന്ന് പറയേണ്ട വന്ന ഒരു സാഹചര്യത്തിലാണ് പെട്ടെന്ന് പുതിയ പാർലമെന്റിന്റെ ഉദ്ഘാടനവും ഈ വനിതാ സംവരണ ബില്ല് കൊണ്ടുവരും. അതിൽ ആ വനിതാ സംവരണ ബില്ലില് ആവർത്തിച്ച് സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ച് കിട്ടാവുന്ന വേദികളിലൊക്കെ ഇപ്പൊ ഒരാഴ്ചയിലേറെ എന്തൊരു ബിൽഡപ്പാണ് ഈ നാരി ശക്തി വന്ദൻ അധിനിയമത്തെ കുറിച്ച്. എന്നാൽ അതിൽ ഒരു കഴഞ്ച് ഒരു ഇഞ്ച് ആത്മാർത്ഥതയുണ്ടെങ്കിൽ 2023 ബില്ല് പാസ്സാക്കുമ്പോൾ എന്തിന് സ്ത്രീകളുടെ 2 കാലിലും ആനച്ചങ്ങലിട്ട് ബില്ല് പാസ്സാക്കി? സെൻസസും ഡീലിമിറ്റേഷനും എന്ന് നടക്കുമെന്നോ എപ്പോൾ നടക്കുമെന്നോ അറിയാത്ത ഒരു കാര്യം. അത് വന്നു കഴിഞ്ഞാലേ അതിനുശേഷമേ ആ നടപടികൾക്ക് ശേഷമേ ഈ പാസ്സാക്കിയ വനിതാ സംവരണ ബിൽ നടപ്പിലാക്കൂ എന്ന് എന്തുകൊണ്ട് പറഞ്ഞു?